കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് അരുൺ പൂപ്പറമ്പയിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെ താഴ്ന്ന ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് കാസർഗോഡും ഒരു വലിയ രീതിയിൽ മഴയും ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ കാസർഗോഡ് തയ്യേനി മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നോക്കൂ, ആളുകൾ മുകൾ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് നേരത്തെ പാലാവായൽ പാലം വെള്ളത്തിൽ മുങ്ങിയത് കണ്ടു. ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും ആളുകൾ മുകൾ നിലയിലുണ്ട്. പലരെയും മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. സഹായം വേണ്ടവരാണോ അവർ എന്നറിയില്ല. കൈവീശി കാണിക്കുന്നത് കാണാം. സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ പലരെയും ഈ വീടുകൾ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. ആ വീടിന്റെ താഴെ നിലയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, തയ്യന്നി മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണോ? വിനീത, ഞാനിപ്പോൾ ഉള്ളത് കയ്യേനിയുടെ താഴ്ഭാഗത്തുള്ള പാലാവയൽ എന്ന സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിയ രീതിയിലുള്ള ഈ വെള്ളപ്പൊക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ റോഡ് പൂർണ്ണമായി മുങ്ങിയ നിലയിലാണ്. ഈ കയ്യേനിയിലേക്ക് പോകുന്ന പാതയാണിത്. അത് പൂർണ്ണമായി മുങ്ങിയ നിലയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ വീട് കാണാം. അവിടെ ഒരു വീട് കാണാം. ആ വീടിന്റെ മുന്നിൽ പൂർണ്ണമായും വെള്ളം ഉണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. മുകളിലുള്ളവരൊക്കെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അവർ സഹായം അഭ്യർത്ഥിക്കുകയാണോ? അവരെയൊക്കെ മാറ്റാൻ പോവുകയാണോ? വിനീത, തീർച്ചയായും നമ്മളിപ്പോൾ കാണുന്നത് അവിടെ ഒരു ഇരുനില വീടാണ്. അതിന്റെ മുകളിലാണ് ഇപ്പോൾ അവിടെ ആൾക്കാരുള്ളത്. അവിടെ താഴെ നമുക്ക് കാണാം വീടിന്റെ താഴ്ഭാഗത്ത് പൂർണ്ണമായും വെള്ളമാണ്. അവിടെയുള്ളവരെ ഇപ്പോൾ മുകൾ ഭാഗത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് കൂടുതൽ ആൾക്കാരെ മാറ്റിയിട്ടുണ്ടോ? അവിടെ ഒരു വീടുണ്ട്, അത് മുങ്ങിപ്പോയി. അവിടെ നിന്നെല്ലാം മാറ്റി. അവിടുന്ന് ഇപ്പോൾ ആൾക്കാരെ കൈവീശി കാണിക്കുന്നുണ്ട്. അവരെ ആളുണ്ട് അടിനില മൂടി, അപ്പം മുകളോട്ട് മാറിയിരിക്കുക. അവിടെ നിന്നൊക്കെ ഇനി അവരെ മാറ്റി കൂടുതൽ വെള്ളം കൂടുതലായിട്ട് കയറാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട്. അതും ഇത് മൂടിയിട്ടാണ് വെള്ളം ഉണ്ടായിരുന്നേ. ഇപ്പം വെള്ളമെല്ലാം കുറേ ഇറങ്ങി. ഇവിടെ ശരിക്കും ഈ കയ്യേനി മേഖലയിൽ നിന്നല്ലേ ഇത് വെള്ളം ഈ താഴോട്ട് ഇറങ്ങുന്നത്? അതെ, തയ്യേനി മേഖലയിൽ നിന്നാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒരു വീട് മൊത്തം പരിച്ഛേദം മൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വെള്ളം കയറിയത്. പുഴയിൽ നിന്ന് കമ്പിച്ചിട്ടാണ് ഇപ്പം കൂടുതൽ വെള്ളം അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കയ്യേനിയിലേക്ക് എത്ര കിലോമീറ്റർ? തയ്യേനിയിൽ നിന്ന് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ. അതായത് 6 കിലോമീറ്റർ ഇപ്പുറം വെള്ളം ഒലിച്ചെത്തി. എത്തി. വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ. താഴെഭാഗത്തെല്ലാം മൂടിയിട്ടുള്ള വെള്ളം. ആ താഴെഭാഗത്തുള്ള വീടുകൾ, കാറുകളെല്ലാം മൂടിയിട്ടുള്ള എല്ലാം 6-7 വീടുകളെല്ലാം വെള്ളത്തിനടിയിലുള്ള. ഇപ്പം ഈ പുഴയുടെ സൈഡിൽ കാണുന്ന സൈഡിലുള്ള വീടുകളിൽ മുഴുവൻ വെള്ളത്തിനടിയിലുള്ള. അവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി ആൾക്കാരെല്ലാം സ്വമേധയാ മാറി. എല്ലാം മാറി വെള്ളം കയറുന്ന കണ്ടിട്ട് മാറി ഒരു 10 മിനിറ്റ് കൊണ്ട് വെള്ളം ഇത്രയും വന്നത്. തയ്യേനിയിലേക്കോ ഇവിടുന്ന് തയ്യേനിയിലേക്കോ അതേപോലെ പാലാവയിലേക്കോ ചെറുപുഴയിലേക്കോ എവിടെയോട്ടും പോകത്തില്ലാത്തൊരവസ്ഥയിലാണുള്ളത്. തയ്യേനിയിൽ ഉരുൾപൊട്ടി ഉണ്ടായത് വെള്ളത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പുളിങ്ങം പുഴയിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയും കൂടെയാണ് ഇവിടെ ഈ വെള്ളം ഇങ്ങോട്ട് വന്ന് കമ്പിച്ച് കയറിയതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ വരാൻ കാരണമായത്. ഈ പുഴ സൈഡിലുള്ള ഒരു 10-20ഓളം വീടുകൾ ഏതായാലും ഒരു 3/4 ഭാഗം വെള്ളത്തിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് തയ്യേനിലുള്ളവരെ ഒക്കെ മാറ്റി പാർപ്പിച്ചു. തയ്യേനിയിൽ നിന്ന് വെള്ളം ഇങ്ങ് വന്ന് ഇവിടെയാണ് വെള്ളം കൂടുന്നത്. വഴി സൗകര്യം ഇല്ല. ഇപ്പം നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. തയ്യലിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇത് കടന്നു വേണം പോകാൻ. അല്ലെങ്കിൽ അപ്പുറം നമ്മൾ മലാങ്കര പോകുന്ന വഴിക്ക് അതിലൂടെ വേണം പോകാൻ. അവിടെ ഒരു ഉരുള് പൊട്ടിയിട്ട് അവിടെ വെള്ളം വന്നിട്ട് ഫയർഫോഴ്സൊക്കെ അവിടെ എത്തി. ഫയർഫോഴ്സൊക്കെ എത്തിയിട്ടുണ്ടോ? ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന പുളിങ്ങോം പാലം മൂടിയിട്ടുള്ളത്. ഈ പാലാവയൽ പുളിങ്ങോം എല്ലാം ഇവരുടെ വീടാണ്. രഞ്ജ് പറഞ്ഞു. എവിടെയാ ചേച്ചിന്റെ വീട്? കുറച്ചടുത്ത്. ചേച്ചിയുടെ വീട് എവിടെ? എന്റെ വീട് ഇല്ല അവിടെ. ഈ കപ്പയ്ക്കപ്പുറയാ ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇത്രയും വെള്ളമാണ് ഞങ്ങളുടെ പെരക്കകത്ത്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നശിച്ചു പോയി. ഒന്നുമില്ല ഞങ്ങൾക്ക്. പരമാവധി ഞങ്ങൾ സ്ലാബിന്റെ മുകളിൽ കയറ്റി വെച്ച ഫുള്ള് വെള്ളമാ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്. പെട്ടെന്നാണോ വെള്ളം വന്നത്? പെട്ടെന്ന് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വന്നു. ഞങ്ങൾ പിന്നെ സാധനങ്ങൾ പരമാവധി എടുത്തു വെച്ചു.
അന്നേരത്തേനും വെള്ളം കയറി പെരക്കകത്തോട്ട് കയറിയ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ജോയിച്ചൻ എൻ്റെ ഭർത്താവ് പോയി നോക്കുമ്പോഴത്തേനും ഇത്രയും വെള്ളമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രിഡ്ജും എല്ലാം സ്ലാബിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്രിഡ്ജ് പകുതിക്ക് വെള്ളത്തിലാണ്. വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം നശിച്ചു. ബെഡും സാധനങ്ങളും എല്ലാം പോയി. ഇൻവെർട്ടർ അടക്കം ഞങ്ങളുടെ പോയി. എല്ലാം ഞങ്ങൾ തൊട്ടേ വെച്ചിരുന്ന എല്ലാം പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. ഞങ്ങൾ അതിനകത്ത് കയറിയാൽ ഞങ്ങൾക്ക് ഒന്നും കാണും. ഞങ്ങൾ സാധനങ്ങൾ പോലും ഇല്ല, എല്ലാം പോയി എന്ന് പറഞ്ഞ്. എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഞാനെടുത്ത് പെട്ടിയുടെ പൊക്കത്തിൽ വെച്ചു, അകത്ത്. ഇപ്പോൾ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വന്നിട്ട് കാര്യമില്ല, പെട്ടി തുറക്കാൻ പറ്റുമല്ലോ. ആ ഭാഗത്ത് ചേച്ചിയുടെ വീട് അല്ലാതെ കൂടുതൽ വീടുകൾ അപ്പുറത്തോട്ടൊരു വീടുണ്ട്, അതിനകത്തും വെള്ളം കയറി എന്ന് പറഞ്ഞു. അവർ ഇവിടെ ഈ വീടിൻ്റെ അപ്പുറത്തെ ഒരു വീട്ടിൽ താമസത്തിന് വന്നിട്ടുണ്ട് അവർ. പക്ഷേ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കയറി പറിക്കാത്തും വെള്ളം ഫുള്ള് കയറി. മാറ്റാൻ പോലും സമയം ഇല്ല, അധികം മാറ്റാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചു, എല്ലാം പോയി. ഞങ്ങളുടെ സാധനങ്ങൾ ഫുള്ള് പോയി എന്നുള്ളതാണ്. ഞങ്ങൾ അതിനകത്ത് കയറണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം. ആ അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇതാ ഇപ്പോൾ കേട്ടതുപോലെ നമ്മളിത് നേരത്തെ കേട്ടതിനും കണ്ടതിനും അപ്പുറത്തേക്കുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്. കാരണം ഈ പാലാവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് തയ്യേനി. ആ തയ്യേനിയിൽ നിന്നാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അത് ഈ 6 കിലോമീറ്റർ കടന്ന് ഈ താഴേക്ക് ഈ താഴ്ഭാഗത്തേക്ക് വന്നു. ഇവിടെയുള്ള വീടുകളെല്ലാം മുങ്ങിയിട്ടാണുള്ളത്. അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന ചേച്ചിയുടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും നഷ്ടമായി, എല്ലാം വെള്ളത്തിൽ മുങ്ങിയെന്നാണ് പറയുന്നത്. അവിടെയുള്ള മറ്റ് വീടുകളിലും ഉണ്ട്. ഇവിടെ ഇപ്പോൾ തൃക്കരിപ്പൂർ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. MLA, ഒരല്പം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണല്ലേ? അല്ല, തീർച്ചയായിട്ടും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. പല സ്ഥലങ്ങളും ഉരുൾപൊട്ടിയിട്ടുണ്ട്, കുറേ വീടുകൾ പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. തയ്യേനിയിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഈ 2 പാലവും മുങ്ങിയിട്ടുള്ളത്, പുളിങ്ങോം പാലാവയൽ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ല, അങ്ങനെ സാഹചര്യമുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കാൻ സംബന്ധിച്ച് അധികൃതരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ വീടുകൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാൻ സർക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫയർഫോഴ്സ് സംഘമൊക്കെ അവിടെ എത്തി. നിലവിലെ സാഹചര്യത്തിൽ ചില ആളുകൾ അവിടെ റെസ്ക്യൂ മിഷൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജനപ്രതിനിധികളുണ്ട്. ബാക്കി അവിടെ പോയാൽ മാത്രമേ എത്രത്തോളം അതിൻ്റെ ആഘാതം ഉണ്ടെന്നോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. രക്ഷാപ്രവർത്തകർ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ആദ്യഘട്ടത്തിൽ അവിടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചില വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും MLA പറയുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ കാണാം ഇതൊരു റോഡാണ്. അതായത് ചിറ്റാരിക്കലിൽ നിന്ന് കയ്യേനിയിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡ് ആ ചേട്ടൻ നടന്നു വരുന്നത് കണ്ടാം. അത്രത്തോളമാണ് വെള്ളമുള്ളത്. ഒരു അരയാൾ പൊക്കത്തിൽ തന്നെ വെള്ളമുണ്ട്. ആ നിലയിലാണ് ഈ പ്രദേശത്ത് ആകെ വെള്ളം കയറിയിട്ടുള്ളത്. അതായത് ഈ പാലാവയൽ പുളിങ്ങോ മേഖലയിലെ ഇവിടുത്തെ ജലാശയങ്ങളൊക്കെ, അതായത് ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായി ഈ വെള്ളം കുത്തിയൊലിച്ച് താഴോട്ടിറങ്ങി പുഴകളെല്ലാം നിറഞ്ഞൊഴുകി. പുളിങ്ങോം പാലം പൂർണ്ണമായി മുങ്ങി, പാലവും മുങ്ങി. അതായത് പാലാവയൽ പാലവും പൂർണ്ണമായി മുങ്ങി. അങ്ങനെ വെള്ളം ഈ പുഴയുടെ അരികത്തുള്ളതും അതോടൊപ്പം ഈ റോഡരികിലുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ ആൾക്കാർക്ക് ഈ കയ്യേനിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. അതിനിടയിൽ 2 പുഴകളുണ്ട്, 2 പാലങ്ങളുണ്ട്. അത് പൂർണ്ണമായി മുങ്ങിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതം അതിലൂടെ ഇപ്പോൾ സാധ്യമല്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് എത്തിയ രക്ഷാപ്രവർത്തകരാണ് അവിടെ ഇടപെട്ടത്. ചേട്ടാ, അപ്പുറം എന്താണ് സാഹചര്യം? അങ്ങനെ ഒരു സാഹചര്യം കുഴപ്പമില്ല, അത് വെള്ളമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അതായത് അങ്ങോട്ട് എത്തുക, അതായത് കയ്യേരിയിലേക്ക് കൂടുതൽ പേർക്ക് എത്താൻ സാധിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ വീടുകളൊക്കെ, ചില വീടുകളിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകൾക്ക് വലിയ അപകടം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു നമുക്ക് ലഭിച്ച വിവരമെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഈ പുഴകൾ ആകെ നിറഞ്ഞൊഴുകി. അതായത് ഈ പാലാവിൽ പുളിങ്ങോ പുഴകളൊക്കെ ആകെ നിറഞ്ഞൊഴുകി. അതിന് ഓരത്തുള്ള വീടുകളെല്ലാം ഇത്തിരി വെള്ളത്തിൽ മുങ്ങി എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതൊരു വീടാണല്ലേടാ? ആ വീട് പരിപൂർണമായിട്ടും മൂടിയാണ് ഉള്ളത്. ആ വീട്ടിലെ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മോട് വിനീത നമ്മോട് ഇപ്പോൾ കുറച്ചു മുമ്പ് സംസാരിച്ച ചേച്ചിയുടെ വീടാണ് ഇത്. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാമെന്നാണ് കരുതുന്നത്. ആ വീട് പൂർണ്ണമായും തന്നെ മുങ്ങിയിട്ടുണ്ട്.
അതിലുള്ള ചേച്ചി നേരത്തെ സംസാരിച്ചിരുന്നു. അതായത് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിൽ മറ്റൊരു വീടുണ്ട്. അതിന് പിന്നിലോട്ടും ചില 5 or 6 വീടുകൾ ഇവിടെ തന്നെയുണ്ട്. ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലാണ്.